ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ ഇവിടെ വട്ടത്തിലുള്ളത്? കടയിലെ സാധനങ്ങൾ എവിടെ പോകണോ അളിയും ചോദിക്കാറില്ലേ? ദേ കണ്ടോ, ഈ കുപ്പിയിൽ 1 കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കടയടച്ചാൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല. അച്ഛൻ ഇനി വന്നേ, മോങ്ങാനിരിക്കുന്ന നായുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. എന്നാ നീ ഒരു 5 രൂപ. ഓ, അപ്പൊ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാമല്ലേ? അച്ഛൻ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോവാനോ? എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം. അപ്പൊ നീ തരില്ല അല്ലേ? അമ്മാവന് 5 രൂപ ഞാൻ തരാം. നീ വിളിച്ചാൽ ഞാൻ വരും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. അമ്മാവന് വട്ടത്തിലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ അമ്മാവൻ ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിയാൽ മതി. ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം. അത് വേണോ? അത് വേണം. ഒടുവിൽ നമ്മൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. തന്തയ്ക്ക് പറക്കാത്തവനെ. മോനെ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ. അഡ്വാൻസ് ആയിട്ട് ഒരു 10 രൂപ. അയ്യോ, 10 നോട്ടില്ലല്ലോ. ബാക്കി നിനക്ക് 10 രൂപ കിട്ടണമെന്നല്ലേ ഉള്ളൂ. മോനെ, ഒരു 10 രൂപ കൊടുത്തവന്. എന്തെങ്കിലും നടക്കണ്? ഞാൻ കെടുക്കല്ല, നടുവോടെ വരെടുത്ത് കുത്തി കെടുത്തി കളഞ്ഞാണ്. വാസു ശ്വാസം കിട്ടില്ല. ഹലോ, യെസ്, കൊടുക്കാം. ഹലോ, എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ അവന് ഊണായിട്ട് സെല്ലിനകത്ത് കയറിയപ്പോ അവൻ ഉറക്കം നടിച്ചെടുക്കായിരുന്നു. അബ്ദുവിന്റെ നിലവിളി കേട്ടിട്ടാ ഞാൻ ഓടിച്ചെന്നത്. അവന്റെ മോന്ത് കൊന്നിട്ട് ഓടിക്കളഞ്ഞെന്ന്. എന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ സ്റ്റേഷനിലെ ആദ്യത്തെ സംഭവം അത്. ഞങ്ങളൊക്കെ കൂടെ ഓടിയതല്ലേ, പെട്ടെന്നല്ലേ കാണാതായത്. അവന് മായയും മന്ത്രമൊക്കെ അറിയാവുന്ന പറഞ്ഞു. വിവരക്കേട് പറയാതെ പോയി സെർച്ച് ചെയ്യൂ. നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കാനേ ഓർഡർ. ആ SIയുടെ മുമ്പിൽ തല കാണിക്കാൻ വയ്യെന്നായി. തൊട്ടവനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ്ങ് ചാടിക്കുക. ഒരു 50 രൂപ വാങ്ങിയതിന്റെ പുലിവാര്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന്. പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് ആ SI ആണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ആ വടിവാള് വാസുവിനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പം ഒന്ന് തല ഉയർത്തി നിന്നതാ. ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി? കടയിൽ തീരെ ചരക്കില്ല. ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട. എന്നെ കൊണ്ട് തീരെ നിവർത്തിയില്ല. കൊച്ചിന് പിന്നെ വയറ്റിളക്കും. നിന്റെ പെങ്ങക്കാണി വ്യാക്കൂണും. രണ്ടാമത് വയറ്റുണ്ടെന്നാ തോന്നുന്നു. അത് ശരി. അപ്പൊ ഇനി രണ്ടാമത്തെ പേരിന്റെ ചെലവ് ഞാൻ ഉണ്ടാക്കണം. എനിക്ക് മനസ്സില്ല. എന്റെ കുറ്റമല്ല. കണക്ക് സംസാരിക്കണം തെണ്ടി. ഇല്ലെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ ഒടിക്കും. അടക്കം ഒതുക്കായിട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ആ നാക്കി ഞാൻ പിടിച്ചെടുക്കും. ശരീരത്തിൽ കാക്കിയോടെന്ന് കരുതി നീ അധികം നീളിക്കണ്ട. ഞാൻ വിചാരിച്ച നിന്റെ ജോലികളെ കഴിയും. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ. പോലീസ് ഉപ്പായത്തിന്റെ വില കാണിക്കരുത്. എന്താ ഇത്? ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ? ഞാൻ കൊടുത്തിട്ടുള്ളതല്ലാതെ എന്റെ പെങ്ങളെ കെട്ടിയതിന് ശേഷം കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ? എന്നിട്ടും അവൻ പറഞ്ഞു കേട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ. നീ വാ, ഞാൻ പറയട്ടെ. എന്തൊരു കോല മോളെ ഇത്. നേരം പരവരാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഇറക്കി വിട്ട ഇങ്ങോട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ? ദാമോദരൻ നിന്നെ ഇറക്കി വിട്ടെന്നോ? എന്തിനെ? പൊന്നുമോനെ വിളിച്ച് ചോദിക്കും. ഇന്നലെ രാത്രി നടുറോഡിലിട്ട് ഇഞ്ചി ചതക്കുന്ന പോലല്ലേ ചാച്ചത്. ശരീരത്തിൽ ഇടി കൊള്ളാത്ത 1 ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. കുറച്ച് രൂപ ചോദിച്ചെന്ന് വെച്ച് ഇങ്ങനെ കടുങ്ങി കാണിക്കേണ്ട കാര്യമുണ്ടോ? പ്രായമായ പെമ്മക്കടെ മുമ്പിൽ തന്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എഴുന്നേക്ക്. കാപ്പി. എന്തിനാ കാപ്പി? കാലത്ത് അവരോട് കല്ലാനാവട്ടെ. മോള് വന്ന് നിൽക്കുന്നുണ്ടില്ലേ? എന്തൊരു ബഹളമായത്. അമ്മയ്ക്ക് എന്താ വട്ട് പിടിച്ചോ? അതേടാ, അമ്മയ്ക്ക് വട്ട. എന്റെ പെണ്ണിനെ അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വന്തം അനിയനോടാണോ പോലീസ് ഓർഡർ കാണിക്കുന്നത്? അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുമില്ല, പിന്നെ തല്ലും. ഒരു പെങ്ങളെ കുറിച്ച് ആങ്ങളോട് പറയാൻ പാടില്ലാത്ത അയാൾ പറഞ്ഞു. അതുകൊണ്ടാണ് തല്ലിയത്. പോക്കർത്തരം പറഞ്ഞാൽ ഇനിയും തല്ലും. നിന്റെ തല്ലുള്ള ഞാൻ അങ്ങനെ നിന്ന് വന്നിട്ട് വേണ്ടേ? ബന്ധം വേർപെടുത്തും തീർത്തു പറഞ്ഞിരിക്കുക. അങ്ങനെ അവൻ പറഞ്ഞോ? എങ്കിൽ നീ രക്ഷപ്പെട്ടു. അച്ഛൻ അങ്ങനെ പറയാം. കയ്യിലൊന്നും വയറ്റിലൊന്നും ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാ.
ആ വയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്റെ വയറ് കാലിയാ. ഇത്തിരി കാപ്പി എടുത്തേ. കാപ്പി. എടാ പ്രഭാകര, നീ പോയി എന്നോട്ട് ക്ഷമ ചോദിക്ക്. എന്റെ പട്ടി പോവും. ആ എന്നാ പിന്നെ അവളോട് നിക്കട്ടെ. അതാ നല്ലത്. ചേച്ചിയുടെ മാത്രം ചെലവ് നോക്കിയാ മതിയല്ലോ, അളിയന്റെയും കൂടെ നോക്കണ്ടല്ലോ. ഞാൻ വഴിയോതരായത് തന്നെ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരി. ഒരാഴ്ച ചേച്ചി ഇവിടെ നിൽക്കി. 8ാം ദിവസം ഒരു പാട്ടും പാടി ചേട്ടൻ ഇവിടെ വരും. അത്ര തന്നെ. മോനെ നീ കക്കൂസരിക്ക. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. സാവധാനത്തിൽ പോയാ മതി, എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ളതാ. വയസ്സായ മനുഷ്യന് തൂറാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്നാ. ഏതായാലും ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു സമ്മാനമാണ് എന്റെ സബോർഡിനേറ്റ്സിൽ നിന്നും കിട്ടിയത്. ലോകപ്പിനകത്ത് കിടന്ന പ്രതിയെ തുറന്നു വിട്ടിട്ട് യാതൊരു അന്വേഷണവും ഇല്ല. നമ്മൾ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല അല്ലേ? ഇവനിത് എവിടെ SP ശകാരിച്ചപ്പോ എനിക്കൊരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു അബദ്ധം ഇതുവരെ ഇവിടെ ഉണ്ടായില്ല അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടാ ഞാൻ അവനെ പിടിച്ചത്. വിശദീകരണം ഒന്നും വേണ്ട. ഒരാഴ്ചക്കകം അവനെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സസ്പെൻഷൻ കിട്ടുക എന്ന് പറയാനാവില്ല. അല്ല, എത്ര ദിവസം കൊണ്ട് പിടിക്കണമെന്ന് പറഞ്ഞത്? ആ ഒരാഴ്ച കൊണ്ട്. എടോ അതിന് ഇനിയില്ല 8 ദിവസം. അതിന് ഇപ്പഴേ ചാടി കളിക്കണോ? ഇത് ഇത്ര സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. പടച്ചോത്ര തടിയും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാ പറയും വേണ്ട. എന്തൊരു അന്യായമായി കാണിക്കുന്നത്. എന്റെ പാതി ഗോതമ്പ് ഇതിനകത്തിരിക്കുക. എന്നാ അകത്തോട്ട് കൈയിട്ട് വാരിങ്ങ് എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ? നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിള്ളേർക്ക് മാത്രമേ ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളൂ. 1 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു. അവൻ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛാ ഒന്നിങ്ങോട്ട് നിന്നേ, വല്ലാത്ത ദാഹം. ഞാനൊരു സോഡ കുടിച്ചിട്ട് വരാം. ലീലേ, എന്റെ പുറകെ ഇങ്ങനെ വരരുത്. ആരെങ്കിലും കാണും. എത്ര കാലമാ ഇങ്ങനെ കണ്ണിൽ നോക്കി കഴിയുന്നത്? സമയം വരുന്നത് വരെ. നമ്മൾ ഉണ്ടാക്കുന്നല്ലേ സമയം. ഒരു ദിവസം രഹസ്യമായിട്ട് കാണാൻ എന്താ വഴി? നിന്റെ അച്ഛൻ അന്വേഷിക്കും. ചെല്ല്, പോയി ഗോതമ്പ് പൊടിച്ചു കൊടുക്ക്. ഒരു കാര്യം പറയട്ടെ. അത് മില്ലിലെ കുറുപ്പിന്റെ മോൻ ചെറുക്കല്ലേ? അതെ. അപ്പൊ ആ കാര്യം പോലീസ് അറിയില്ലേ? ഏത് കാര്യം? ശ്രീകൃഷ്ണ ചേട്ടന് ലീല ചേച്ചി പ്രേമത്തിലാ. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനല്ല ആദ്യത്തെ കത്ത് ലീല ചേച്ചി കൊണ്ടു കൊടുത്തത്. ഞാനല്ലേ? ഇത് എവിടെ നോക്കിട്ട് വരുന്നത്? കണ്ണില്ലേ? മനുഷ്യൻ സമയമില്ല, നെട്ടോട്ട് ഓടുമ്പോഴാകും. അതിന് മതിയെങ്കിൽ കൊടുക്കണ്ട. എന്തിനിട്ട് കരയിക്കുന്നേ? ആ എവിടെ നോക്കിയാടി അഹങ്കാരി നടക്കുന്നേ? എന്ത് പറ്റിയിട്ട് നിനക്ക്? എന്തിനാ നീ നടക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. അമ്മേ മീൻ ഞാൻ വെട്ടാം. അമ്മ പൊടിയെടുത്ത് കുഴയ്ക്ക്. കൊണ്ടവിടെ കൊച്ചിനെടുത്തോ. എന്തോന്നാടി ഗോതമ്പൊടിക്കകത്ത് ഇത്രയും കല്ല്? ഇതിന് എന്തോനെ കൊള്ളും? ഗോതമ്പൊടി മണ്ണിൽ വേണതാ. ഈ അസത്ത് നിനക്കെന്റെ കൈ കയറട്ടെ. കൊച്ചു നിന്നെ ഞാനിന്ന് തന്നെ നോക്ക്. ശരി, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൊള്ളരുത്. ഓ, അവിടെ ഒരു കൊച്ച്. ഞാൻ വളർത്തിയാറി 3 എണ്ണത്തിന്. അവളൊരു തൻകാര്യക്കാരി. എല്ലാവരും തൻകാര്യക്കാര് തന്നെ. ഇവളെങ്കിലും ചൊവ്വായിരിക്കും ഞാൻ വിചാരിച്ചു. ഗോതമ്പൊടി എങ്ങനെയാ റോഡിൽ വീണെന്ന് അമ്മ ചോദിച്ചോ? എങ്ങനെയാടി എടി, എങ്ങനെയാ ഗോതമ്പൊടി മണ്ണി പോയതെന്ന്? എങ്ങനെയാ പോയതെന്ന് പറഞ്ഞു. ഞാൻ പറയാം. ലീല ചേച്ചിയുടെ പ്രേമ പോലീസ് അമ്മാവൻ കണ്ടുപിടിച്ചു. പ്രേമോ? എന്റെ രാമൂർത്തി ഭഗവതി. ആ മാണവക്കുറുപ്പിന്റെ മോനുമായിട്ട് ഇവൾക്ക് പ്രേമം. രണ്ടുപേരും സല്ലപിക്കുന്ന നടു റോഡിൽ. മതി, തല്ലിയിട്ടൊന്നും കാര്യമില്ല. തലയിലെടുത്ത് പോലെ വരട്ടെ. അവളെങ്കിലും രക്ഷപ്പെടട്ടെ. ആങ്ങളെ കണ്ടുപിടിക്കുന്നതിന്റെ പുറകെ ഇറങ്ങി പോയാലേ അവക്ക് എന്റെ ഗതി തന്നെ വരും. ഞാൻ ഒരുത്തിനെ ഇഷ്ടപ്പെട്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ ചന്ദ്രഹാസം ഇളക്കിയല്ലോ. എന്നിട്ട് എന്തായി? കിട്ടിയതൊരു കോന്തനെ. ഇതിപ്പോ പ്രേമം വരെ എത്തിയിട്ടുള്ളെന്നാ തോന്നുന്നത്. അവളുടെ കല്യാണം ഇനി നീട്ടിക്കൊണ്ടുപോയാ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കി വെക്കും. ഒരു നല്ല ബന്ധമല്ലേ, അതങ്ങ് നടത്തി കൊടുത്തേക്കണം. അതിനാ തന്ത സമ്മതിക്കണ്ടേ? സ്ത്രീധനമായിട്ടൊരു മില്ല് വേണമെന്ന് പറഞ്ഞാ ഞാൻ എവിടെ പോകും? പെണ്ണ് മിടിക്കുകയാണെങ്കിൽ ചെറുക്കനിങ്ങ് പോരും. ആ
ദോ വരുന്ന അടുത്ത മാരണം. ഒരാഴ്ചക്ക് 1000 രൂപ കിട്ടിയില്ലെങ്കിൽ കട ഞാൻ കിട്ടണ വിലക്ക് വെക്കും. വിൽക്കാനാണ് നിന്റെ തന്തയുടെ വകയല്ല. എനിക്ക് ശ്രീധരൻ കിട്ടിയത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നീ ചെയ്യൂ. നീ എന്താ കാണിക്കുന്നു? ഒന്ന് പറയട്ടെ. നാക്കടുത്ത അടികൊള്ളി തന്നെ പറയൂ. പ്രഭാര, നമ്മളൽപ്പം ഒതുങ്ങി പോകുന്നതാ നല്ലത്. പെണ്ണ് നമ്മുടേതാ. കൊച്ചു ഒരെണ്ണായി. കൊച്ചൊന്നല്ല, രണ്ടാകാൻ പോകുന്നു. എങ്കിൽ പിന്നെ ഒതുങ്ങിയാ പോരാ, ശരിക്ക് കുനിഞ്ഞു കൊടുക്കണം. എങ്ങനെയെങ്കിലും ചെന്ന് നീ കുറച്ച് കാശ് ഉണ്ടാക്കി കൊടുക്കുക. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് കള്ളനാവണം. നീ ചെല്ല്. ദാമോദരനെ ഞാൻ പറഞ്ഞു തണുപ്പിച്ചോളാം. എല്ലാം ശരിയാവും. എവിടെ ശരിയാവേ? ദാമോദര വാ. പിന്നല്ലാതെ എല്ലാത്തിനും വഴി ഉണ്ടാക്കാന്നേ. താൻ നീ വാ. ആരാത്? അവിടെ നിൽക്കടാ. ദാ. ഞാൻ സതിയാ. സതിയെയും ശീലാവതിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ബാഗിനെടുത്ത് ഇതിലൊന്നും ഇല്ല സാറേ. ഇങ്ങോട്ട് എറി. ഇത്രയും രൂപേ? നീ ആള് കൊള്ളാമല്ലോടി. സാറേ ചതിക്കല്ലേ, ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. സത്യമാ സാറേ ഞാൻ പറയുന്നത്. എന്റെ അമ്മ സുഖമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി കിടക്കുക. കൈക്കൂലി മുമ്പേരായി കൊടുത്തില്ലെങ്കിൽ ആ കാലുമാടൻ ഡോക്ടർ ഓപ്പറേഷൻ നടത്തത്തില്ല. 2-3 ആഴ്ച കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും പൈസ ഞാൻ ഒരുമിച്ചുണ്ടാക്കിയത്. 250 രൂപ ഞാൻ എടുത്തു. നീ കടമായിട്ട് കരുതിയാ മതി. 2 ദിവസം ഞാൻ തിരിച്ചു തന്നേക്കാം. തരണേ സാറേ. ഇതാ 250 രൂപയുണ്ട്. ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട്. തൽക്കാലം ഇതുകൊണ്ട് സമാധാനപ്പെടാൻ പറയാളോട്. വല്ലതും കഴിച്ചിട്ട് പോമോനെ. കഴിച്ചോളാം, ഇപ്പൊ ഡ്യൂട്ടിയില്ല. വാസു, നീ എന്നെ പേടിപ്പിച്ചു പറഞ്ഞല്ലടാ. നീ കയ്യും വീശി നടക്കുന്നു, ഞാനിവിടെ രാവുകൾ തീ നിന്ന് നടക്കുന്നു. നീ കാണണം. ഞാൻ കാരണം അതെ, നീ കാണണം. തെക്കേപ്പാട്ട് ജൂലേഴ്സിൽ നീയല്ല മോഷണം നടത്തിയത്. പോലീസ് തന്നെ എന്റെ പേരിലാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്റെ പേര് 2 കേസാ. മോട്ടിച്ചതിനും ലോക്കപ്പിൽ നീ ആടിയനും. എന്നെ ഇവിടെ എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? 2ലും നിശ്ചയിച്ചിട്ട് പോയാ മതി. മോട്ടിച്ചത് നീ തന്നെയാ, ഞാനത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോ എന്തോ നിശ്ചയിക്കാനാ? കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും. നാളെ നീ മോഷ്ടിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും. എനിക്ക് ഇനി ജയിലിൽ പോകാൻ വയ്യ. നിന്റെ കുറ്റം നീ ഏറ്റ പറ്റൂ. നീ പോടാ. എന്താ എന്താടാ? അയ്യോ വാസു, ഓടിപ്പോയോ? കാലിനെന്ത് പറ്റി? കാലിനിടെ പോയി. വലിച്ചിട്ട് വരുന്നില്ലേ? ഇല്ല. നല്ലപോലെ വലിച്ചു നോക്ക്. വരുന്നില്ല. സത്യം? സത്യം. നീ അന്ന് പറഞ്ഞ ഭദ്രാളി തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിലും കൊണ്ടുവന്ന് ചാടിച്ചത്. ഓടിവായേ, പരിപാടി വാസുവിനെ പിടിച്ചേ, പിന്നെ പിടിച്ചേ, ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചേ. നിന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെയാ.